ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഭാഗമായ ഈരാറ്റിൻപുറം റോക്ക് വേ ടൂറിസം സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആ സ്പോട്ടിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം ഈരാറ്റിൻപുറം എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിൽ വരുന്നതാണ്. അതുപോലെ നമ്മൾ എൻട്രൻസിലോട്ട് വരുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ കാണാൻ ഒരു അടിപൊളിയായിട്ടുള്ളൊരു നെയിം ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. നമ്മൾ ഈ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാം കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. നല്ലൊരു പ്രകൃതി രമണീയമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. അതുമാത്രമല്ല ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് വാഷ്റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ ഇരിക്കാനുമുള്ള സൗകര്യങ്ങളും പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ മനോഹരം എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ലൈറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റോക്ക് വേയിലോട്ട് പോകേണ്ടത് മറ്റൊരു വഴിയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒന്ന് കണ്ടിട്ട് പോവാം. ഇതുവഴിയാണ് നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ്. നമ്മൾ ഇവിടെ ഈ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു കാട്ടിനകത്തോട്ട് പോകുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അല്പം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് സൂക്ഷിച്ച് മാത്രം ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ ഉള്ളൊരു നല്ലൊരു വഴിയെന്ന് പറയാനായിട്ട് ഇനി കുറച്ച് പാറയൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു അഡ്വഞ്ചർ പോലെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇനിയാണ് നമ്മൾ ആ റോക്ക് വേ ടൂറിസത്തിന് അകത്തോട്ട് പോകുന്നത്. ഈ പറയുന്ന പോലെ എത്രത്തോളം മനോഹരമാണെന്ന് നമുക്കിനി അകത്തേക്ക് പോയി നോക്കാം. പറഞ്ഞതുപോലെയല്ല, കുറച്ച് ഡേഞ്ചറാണ് ഈ വഴി പോകാനൊക്കെ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വ്യൂ ആണ്. ഇനി നമുക്കിവിടെ കുറച്ച് മുകളിലേക്കുണ്ട്. അവിടെ നിന്നാണ് കണ്ടോ നല്ലൊരു വ്യൂ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അതിപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതിനാൽ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങ് അപ്പുറത്തെ സൈഡാണെന്നാണ് അവർ പറഞ്ഞത്. ഇതിന് വേറെയും വഴിയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പുറത്തേക്ക് എത്താനായിട്ട്. പക്ഷേ ഇതാണ് ഒരു പ്രധാന എൻട്രൻസ് ആയിട്ട് നമ്മൾ വരുന്ന വഴിയുള്ള എൻട്രൻസാണിത്. അത് മാത്രമല്ല ഇവിടെ നിന്ന് കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് പോകാൻ. എന്തായാലും നമുക്ക് ഈ കല്ലിലൊക്കെ ചവിട്ടി തന്നെ അങ്ങോട്ടേക്ക് പോവാം.
ഇത് കണ്ടിട്ട് നല്ല ഡേഞ്ചർ എന്നാണ് തോന്നുന്നത്. നല്ല വെള്ളമുണ്ട്, അതുപോലെ ഇതിനകത്തൊക്കെ നല്ല കുഴിയാണ്. അപ്പോൾ മാക്സിമം വരുന്നവരൊക്കെ ഇവിടെ ആരും ഇറങ്ങാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം, ആ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാം. അതിമനോഹരമാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. അതുമാത്രമല്ല ആ മുകളിൽ നിന്നുള്ള ആ വെള്ളം ആ പാറകൾക്കിടയിൽ തട്ടി സ്പ്ലിറ്റായിട്ട് 2 വശമായിട്ടാണ് പോകുന്നത്. ഒന്ന് ഈ വഴിയും, പിന്നെ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ വഴിയും വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്നവർ ഈ വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നല്ല അതിശക്തമായിട്ടാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത്. അതുപോലെ ഇവിടെ എല്ലാം നല്ല വലിയ കുഴികളാണ്. അപ്പോൾ മാക്സിമം അതെല്ലാം സൂക്ഷിക്കുക. വരുന്നവരെല്ലാം ഇതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. മാക്സിമം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.